ഈ കാലത്തും സ്വാതന്ത്ര്യം അനുഭവിക്കാതെ ജീവിക്കേണ്ടി വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. വ്യക്തിപരമായ ആഗ്രഹങ്ങളും സന്തോഷവും വേറൊരാളെ പേടിച്ച് എപ്പോഴും മാറ്റിവെക്കേണ്ടി വരുന്നവര്. അങ്ങനെയുള്ള സമയത്ത് അവിടെ സ്വാതന്ത്ര്യം അവരനുഭവിക്കുന്നില്ല. കൂടുതലും ഏറ്റവും അടുത്ത് നിൽക്കുന്ന ബന്ധങ്ങളിലേ ഇങ്ങനെ നടക്കുന്നത്. കാരണം അവിടെ മാത്രമല്ലേ ഒരാൾ സഹിച്ചു നിൽക്കൂ. കൂടെ ജീവിക്കുന്നവരെ വരച്ച വരയെ നിർത്തി സന്തോഷിക്കുക എന്നുള്ളത് ചിലരുടെ വ്യക്തിത്വ വൈകല്യമാണ്. പക്ഷെ കൂടെ ജീവിക്കുന്നവര് അതിന് ബലിയാടാകേണ്ട കാര്യമില്ല. അടിച്ചമർത്തുന്നത് അന്യരാണെങ്കിൽ നമ്മൾ സഹിക്കില്ലല്ലോ. അതുപോലെ സ്വന്തക്കാരാണെങ്കിലും സഹിക്കേണ്ട ആവശ്യമില്ല. കാരണം അടിമയായി നിന്ന് കൊടുത്തുകൊണ്ട് ഒരു ബന്ധം നിലനിർത്തുന്നതിൽ അർത്ഥമില്ല. സന്തോഷവും വ്യക്തി സ്വാതന്ത്ര്യവും വേറൊരാളിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ വേറൊരാളെ പേടിച്ച് ഉപേക്ഷിക്കേണ്ട ഒന്നല്ല. ഒരാള് സ്വന്തം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും എപ്പോഴും മാറ്റിവെച്ചുകൊണ്ടിരിക്കുമ്പം അവരുടെ മനസ്സിന് സമ്മർദ്ദം വരും. ആ മനസ്സ് തകർന്നു പോവും. പിന്നെ അവർക്ക് ജീവിതത്തിനോട് മടുപ്പും തോന്നും. ജീവിതത്തിന് അർത്ഥമില്ലാന്ന് തോന്നും. അവർക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടൊക്കെ അനാവശ്യമായി സഹിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തുനിന്ന് മാറി താമസിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ എല്ലാവർക്കും അതിനുള്ള സാഹചര്യം ഉണ്ടാവണമെന്നില്ല. അപ്പൊ അവരുടെ കൂടെ നിന്നേ പറ്റൂ എന്നുള്ള അവസ്ഥയിൽ നമ്മൾ ചിലതൊക്കെ ചെയ്യണം. അതായത് ആദ്യം അവര് മാറില്ല എന്നുള്ള സത്യമാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്. അനാവശ്യമായി നിയന്ത്രിക്കുന്നവര് മാറി ചിന്തിക്കില്ല. അവരാ രീതിയും മാറ്റാൻ പോകുന്നില്ല. കാരണം മറ്റുള്ളവരെ നിയന്ത്രിക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ആ സന്തോഷവും ആ സംതൃപ്തിയും ഉപേക്ഷിക്കാൻ അവരൊരിക്കലും തയ്യാറാവില്ല. അത് നമ്മൾ തിരിച്ചറിയണം. അവർക്ക് നമ്മളോടില്ലാത്ത അമിതമായ സ്നേഹവും അടുപ്പവും നമ്മൾ അങ്ങോട്ട് കാണിക്കാതിരിക്കുക. കാരണം കാണിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ സ്നേഹം അവർക്ക് നമ്മളെ ചൂഷണം ചെയ്യാൻ മാത്രമേ വഴിവെക്കുന്നുള്ളൂ. അതുകൊണ്ട് അവര് മാറില്ല എന്നുള്ള സത്യം നമ്മൾ അംഗീകരിച്ചുകൊണ്ട് അവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെയും ഒന്നും ആഗ്രഹിക്കാതെയും ഇരിക്കുക. പിന്നെ നമ്മൾ സ്വന്തം ആവശ്യങ്ങൾ ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കരുത്. അതായത് അവനവനോടുള്ള കടമകൾ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഉത്തരവാദിത്തം. എന്നാലേ മനസ്സും ശരീരവും ഒരുപോലെ സ്വസ്ഥമാകൂ. സ്വന്തം മനസ്സിനെ ശാന്തമാക്കാനും ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്താനും ഒക്കെ സ്വയം പരിഗണിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ താനെ മനസ്സിൽ സമാധാനം നിറയും. അതുകൊണ്ട് എപ്പോഴും അവനവന് പ്രാധാന്യം കൊടുക്കുക, എന്നിട്ട് മറ്റുള്ളവരെ പരിഗണിക്കുക. പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാല് ഒരു കാരണവശാലും അവരുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഏറ്റെടുക്കാൻ നിൽക്കരുത്. അതായത് അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അത് ചെയ്യാൻ കഴിയുന്ന സമയത്ത് വേറൊരാൾ അത് ചെയ്തു കൊടുക്കുമ്പോൾ അത് സഹായമല്ല, അത് അടിമത്താണ്. സ്വന്തം ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവരുടെ തലയിൽ ഇട്ട് കൊടുത്ത് സുഖായിരിക്കാൻ ഇങ്ങനെയുള്ളവർ നല്ല മിടുക്കരാന്ന്. അവര് ചെയ്യേണ്ട കാര്യങ്ങൾ അവര് തന്നെ ചെയ്യട്ടെ. അവര് ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യില്ല എന്ന് തീർത്ത് പറയാൻ കഴിയണം. അതിന് നമ്മൾ ഷൗട്ട് ചെയ്യണമെന്നില്ല. നമ്മൾ ഉറച്ച തീരുമാനം എടുത്ത് നമ്മൾ ശാന്തമായി നമുക്ക് അത് പറയാൻ കഴിയും. ഈ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ നിന്നാൽ അതോടെ നമ്മുടെ കൺട്രോൾ വീണ്ടും അവരെ കയ്യിലോട്ട് പോകും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ലക്ഷ്യങ്ങളോ ആഗ്രഹങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നും അവരോട് ഷെയർ ചെയ്യാൻ പാടില്ല. കാരണം എന്താന്ന് വെച്ചാൽ അവരത് അറിഞ്ഞു കഴിയുമ്പം അവരെന്തെങ്കിലും കാരണം പറഞ്ഞത് തടഞ്ഞ് ഇല്ലാതെയാക്കും. അല്ലെങ്കിൽ അത് കുളമാക്കി കയ്യിൽ തരും. പിന്നെ നമ്മുടെ ജീവിതത്തെയും ഭാവിയൊക്കെ ബാധിക്കുന്ന കാര്യങ്ങളിൽ അവരെ കൊണ്ട് തീരുമാനം എടുപ്പിക്കരുത്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ തന്നെയാണ് തീരുമാനം എടുക്കേണ്ടത്. കാരണം നമ്മുടെ കാര്യത്തില് അവര് തീരുമാനം എടുത്ത് അതിലെന്തെങ്കിലും നഷ്ടോ, കഷ്ടോ വരുമ്പം അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ ഒരു പരിഹാരം കാണാനോ ഒന്നും അവര് വരൂല. അവർക്കതിനുള്ള വിവേകവും ഇല്ല. കാരണം അവരോട് മര്യാദ കാണിക്കുന്നവരെ അടിച്ചമർത്തുന്നത് തന്നെ അവർക്ക് വിവേകം ഇല്ലാത്തത് കൊണ്ടാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രശ്നം വരുന്ന സമയത്ത് അതൊക്കെ നമ്മുടെ തലയിലോട്ടിട്ട് നമ്മുടെ തലയിലോട്ടിട്ട് വന്ന് ഒരു കുറ്റബോധം പോലും ഇല്ലാതെ അവര് സുഖമായിട്ടിരിക്കും. അതെന്താണെന്ന് വെച്ചാല് അവർക്ക് ഈ കുറ്റബോധം, സഹാനുഭൂതി പോലെയുള്ള വികാരങ്ങളൊന്നും ഇല്ല. പിന്നെ പൈസയുടെ കാര്യത്തില് നമ്മൾ ഒരിക്കലും അവരെ ആശ്രയിക്കാൻ പോകരുത്. സ്വന്തമായി ഒരു വരുമാനം നമുക്ക് വേണം. ജോലി ഇല്ലാത്തവരാണെങ്കിൽ ഒരു ജോലി കണ്ടെത്തണം. അതായത് നമ്മൾ ഈ പൈസയുടെ കാര്യത്തില് അവരെ ആശ്രയിക്കേണ്ടി വരുന്ന സമയത്ത് നമ്മൾ സ്വന്തം നിലയിൽ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് അവിടെ നമുക്ക് നടപ്പാക്കാൻ പറ്റാതെ പോകും. സ്വന്തം കാര്യങ്ങൾക്ക് പ്രാധാന്യവും മുൻഗണനയും കൊടുക്കുന്നതിലും വേറൊരാളുടെ ഉത്തരവാദിത്തങ്ങള്
ഏഹ് അനാവശ്യമായി നമ്മുടെ തലയിലേക്ക് എടുത്ത് വെക്കാതിരിക്കുന്നതിലൊന്നും കുറ്റബോധം തോന്നരുത്. അതൊന്നും കുറ്റബോധം തോന്നേണ്ട കാര്യങ്ങളല്ല. മനസ്സിൽ പേടിയും കുറ്റബോധവും ഒക്കെ കൊണ്ട് നടക്കുന്നവര് മറ്റുള്ളവരുടെ അടിമയായി ജീവിക്കാൻ കാരണമാവും. എത്ര കാലം പേടിച്ച് നിൽക്കുന്നോ അത്ര കാലം അതിനുള്ള സാഹചര്യം ഉണ്ടാകും. ആരും വേറൊരാളിന്റെ കയ്യിലെ പാവയായി ജീവിക്കാൻ ബാധ്യസ്ഥരല്ല.